എളുപ്പപ്പണിക്ക് വേണ്ടി ചെയ്തു വെച്ചതാണ്. പക്ഷേ അത് ഇരട്ടിപ്പണിയാവുമെന്ന് ഞാൻ ഒട്ടും തന്നെ വിചാരിച്ചിരുന്നതല്ല. അപ്പോൾ എന്താണ് ഇതിനി നേരെ ആക്കാൻ പറ്റുകയെന്നും എനിക്കറിയത്തില്ല. മക്കൾ എണീക്കുന്നതിന് മുമ്പ് ഞാനത് ചെയ്താൽ ചെയ്തു, ഇല്ലെങ്കിൽ അതേപടി എനിക്കെടുത്ത് മാറ്റി വയ്ക്കേണ്ടി വരും. അതിൽ വേറെ ഒരു ഓപ്ഷനും ഞാൻ നോക്കിയിട്ട് കാണുന്നില്ല. അപ്പോൾ എല്ലാം കൂടി എന്നെക്കൊണ്ടൊന്നും പറ്റത്തുമില്ല. എന്തായാലും നോക്കാമല്ലേ. ഗുഡ് മോർണിംഗ് ഓൾ ഓഫ് യു. എല്ലാവർക്കും ഇന്നത്തെ നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. കാരണം ഇത് നമ്മൾ ആദ്യത്തെ ഒരു യൂട്യൂബ് ചാനലാണ്. അപ്പോൾ ഇതിൽ കുറേ മിസ്റ്റേക്കൊക്കെ ഉണ്ടാവും. കാരണം ഡേ ഇൻ മൈ ലൈഫ് ആയാലും നമ്മൾ ഓരോ വീഡിയോസ് എടുക്കുമ്പോഴായാലും ചെറിയ ചെറിയ മിസ്റ്റേക്കുകൾ ഉണ്ടാവും. അപ്പോൾ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഇടിയപ്പവും ഗ്രീൻ പീസ് കറിയാണ്. പൊതുവേ ഞാൻ സാറ്റർഡേ സൺഡേ എന്താണ് ഫുഡിന് വേണ്ടിയിട്ട് റെഡിയാക്കേണ്ടതെന്ന് ആലോചിച്ച് തല പുകയ്ക്കാതെ ഇരിക്കുന്ന ദിവസങ്ങളാണ്. ബാക്കിയുള്ള വർക്കിംഗ് ഡേയ്സിൽ ഫുള്ളും പിറ്റേന്ന് എന്താണ് ഉണ്ടാക്കുന്നതെന്ന് കറക്റ്റായിട്ട് എനിക്കൊരു കാൽക്കുലേഷൻ ഉണ്ടാവും. ഇന്നതിൻ്റെ ഇന്നതുണ്ടാക്കണം എന്ന് കറക്റ്റായിട്ട് എനിക്ക് അറിയുകയും ചെയ്യാം. പക്ഷേ അത് ചെയ്യാതെ എനിക്കാകെ വട്ട് പിടിച്ചിരിക്കുന്ന ഒരു ദിവസം, ഒന്നല്ല 2 ദിവസമാണ് ഈ ശനിയും ഞായറും ദിവസങ്ങളെന്ന് പറയുന്നത്. മിക്ക ദിവസങ്ങളിലും ഞാൻ മാക്സിമം പയറും കഞ്ഞിയും പപ്പടവും ആക്കി അങ്ങ് സ്കിപ്പ് ആവാറാണ് പതിവ്. പക്ഷേ ഇന്ന് എന്തായാലും അത് പറ്റത്തില്ല. കാരണം മക്കൾ 2 പേരും വീട്ടിലുണ്ട്. വീട്ടിൽ നിൽക്കുന്ന സമയത്ത് അവരുടെ ഡിമാൻഡ് ഭയങ്കരമാണ്. അപ്പോൾ മോള് പറഞ്ഞു നമുക്ക് ഇടിയപ്പം രാത്രി വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അത്ര വലിയ കാര്യമായിട്ട് എടുത്തില്ല. പുട്ടുണ്ടാക്കാമല്ലോ, എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് കരുതി അങ്ങ് സ്കിപ്പ് ചെയ്ത് വിട്ടു. പക്ഷേ രാവിലെ ഇടിയപ്പം തന്നെ ഉണ്ടാക്കാനായിട്ട് മനസ്സിങ്ങനെ പറഞ്ഞുകൊണ്ട് തന്നെയായിരുന്നു. പിന്നെ ഞാൻ മുട്ടയൊക്കെ എന്നും വെക്കുന്നത് പോലെ തന്നെ രാവിലെ മുട്ടയൊക്കെ പുഴുങ്ങാൻ വെച്ചു. അപ്പോൾ ഞാൻ നമ്മളെ ഗ്രീൻ പീസ് കറിയൊക്കെ ഏകദേശം റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും യൂട്യൂബിൽ ഞാൻ നോക്കുമ്പോൾ ഞാൻ കുറേ റെഫറൻസ് ഇങ്ങനെ നോക്കുമ്പോൾ എല്ലാവരും കാണിക്കുന്നത് എന്താ ഫുഡ് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഡെയിലി വ്ളോഗ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിനെക്കൊണ്ട് അത്രയും ഇതില്ലാത്തത് കൊണ്ട് ഞാൻ കരുതിയൊരു വെറൈറ്റിക്ക് ഇന്ന്, അതായത് ശനിയാഴ്ച ദിവസം ഞാൻ ഉണ്ടാക്കുന്ന എന്തൊക്കെ ഫുഡാണ് എന്ന് ഒരു വീഡിയോ എടുക്കാമെന്ന് കരുതി. അപ്പോൾ രാവിലെ തൊട്ട് തന്നെ തുടങ്ങാം. ഇന്ന് രാവിലെ ഇതൊരു 10 മണിയാകുമ്പോഴത്തേക്കും എൻ്റെ ഇന്നത്തേക്കുള്ള ഫുൾ അടുക്കളപ്പണിയും കഴിച്ചിട്ട് വേണം എനിക്കിരിക്കാൻ. അതാണ് എൻ്റെ പ്ലാൻ. നടക്കുമെന്ന് എനിക്കറിയില്ല. വേറൊന്നും കൊണ്ടല്ല, കുഞ്ഞു കുട്ടികളാണ്. അപ്പോൾ എനിക്ക് ഒരു കോൺഫിഡൻസ് വളരെ കുറവാണ് അവർ നിൽക്കവേ അടുക്കളയിൽ നിന്ന് എനിക്ക് പാചകം ചെയ്യാൻ. കാരണം ഇവർ കളിക്കാനൊക്കെ ഇങ്ങനെ ഓടിയിട്ട് ഞാൻ അടുക്കളയിൽ നിൽക്കുന്ന സമയത്ത് ഇവർ ഓടി എൻ്റെ അടുത്ത് വന്ന് എന്നെ ഇങ്ങനെ വട്ടം ചുറ്റി ഓടി കളിക്കാറുണ്ട്. നമ്മൾ പണ്ട് കളിക്കാറില്ലേ, അച്ഛനെയും അമ്മയൊക്കെ നിൽക്കുമ്പോൾ അവരെ ഇങ്ങനെ മുമ്പിൽ നിർത്തി നമ്മൾ ഒളിച്ചില്ലി അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. അതേപോലെ ഇവർ കളിക്കുന്ന സമയത്തായിരിക്കും ഞാൻ അടുപ്പിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് നിൽക്കുക. ചിലപ്പോൾ അത് എണ്ണയിൽ എന്തെങ്കിലും ചെയ്യുമായിരിക്കും, അല്ലെങ്കിൽ അങ്ങനെ അത്യാവശ്യം ഡേഞ്ചറായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ട് നിൽക്കുകയായിരിക്കും. അതല്ലെങ്കിൽ ഇതേപോലെ തന്നെ എന്തെങ്കിലും കടുവറുത്ത് താളിക്കുകയോ അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും ഇവർ ഇടയ്ക്ക് വന്ന് കയറുന്നത്. നമ്മൾ ചിലപ്പോൾ ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടാവത്തില്ല ഇവർ ഓടി വരുന്നത്. അപ്പോൾ നമ്മളെ കയ്യിൽ നിന്ന് ചിലപ്പോൾ അത് കുഞ്ഞുങ്ങളെ മേത്ത് വീഴാം, അല്ലെങ്കിൽ നമ്മളെ മേത്ത് വീഴാം. എനിക്കതൊക്കെ നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ ഇങ്ങനെ കാണുന്നതുകൊണ്ട് ഭയങ്കര പേടിയാണ്. ഇവരുള്ളപ്പോൾ എനിക്ക് അടുക്കളയിൽ പോയി പാചകം ചെയ്യാനായിട്ട്. പിന്നെ നല്ല കുട്ടികളായതുകൊണ്ട് അവർ എന്താണോ ചെയ്യേണ്ടതെന്ന് പറയുന്നത് കറക്റ്റായിട്ട് അവർ ചെയ്തിരിക്കും. അതുകൊണ്ട് അവർ എണീക്കുന്നതിന് മുമ്പോട്ട് കറക്റ്റ് പരിപാടി ചെയ്യണം എന്നതാണ് എൻ്റെ ഇന്നത്തെ ടാസ്ക് എന്ന് പറയുന്നത്. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഞാൻ കറിയൊക്കെ ഇങ്ങനെ വെപ്രാളപ്പെട്ടായിട്ട് ഉണ്ടാക്കുന്നത്. ഇതിൻ്റെ ഇടയിൽ വേറെ പല പല പണികളാണ് കേട്ടോ നടക്കുന്നത്. കുറേ തുണികളൊക്കെ കഴുകിയിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കൊണ്ട് വിരിച്ചു. മടിച്ചു വരാനുണ്ടായിരുന്നു, അതെല്ലാം കഴിക്കുകയാണ്. കാരണം ഇവർ എണീറ്റ് കഴിഞ്ഞാൽ ഒരു പരിപാടി നടക്കില്ല. ആ കൂടി എനിക്ക് നടക്കുന്ന ഒരൊറ്റ കാര്യമുള്ളൂ, അടികൂടല്ലേ അടികൂടല്ലേ അടികൂടല്ലേ. ഇതാണ് എൻ്റെ മന്ത്രം ഈ ശനി ഞായർ ദിവസങ്ങളിൽ. കാരണം ഇവർ ചുമ്മാ തല്ലുണ്ടാക്കും. അപ്പോൾ അതുകൊണ്ട് അവരിടയിൽ കിടന്ന് അവരടുത്ത് ഇങ്ങനെ ഇരിക്കുകയാണ് എൻ്റെ പ്രധാന പരിപാടി. അതുകൊണ്ട് അവർ എണീക്കുന്നതിന് മുമ്പിട്ട് പരിപാടി തീർത്താൽ തീർത്തു, ഇല്ലെങ്കിൽ ഗോവിന്ദ. അപ്പോൾ ഞാൻ ഇടിയപ്പത്തിൻ്റെ മാവൊക്കെ ഇതേപോലെ ചൂടുവെള്ളത്തിൽ ഇങ്ങനെ കുഴയ്ക്കാം കേട്ടോ. ആദ്യം വെള്ളം ഒഴിച്ചപ്പോൾ നല്ല രസമുള്ളതുകൊണ്ട് കുറച്ചധികം എടുത്ത് ഒഴിച്ചു. അപ്പോൾ ഞാൻ വിചാരിച്ചു വീണ്ടും മാവിടേണ്ടി വരുമെന്ന്. പക്ഷേ വന്നില്ല കേട്ടോ, കറക്റ്റ് സെറ്റാക്കി കിട്ടി. അപ്പോൾ ഞാൻ ഇന്നലെ തന്നെ ഫ്രീസറിനകത്ത് ഇങ്ങനെ മീനൊക്കെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഇന്ന് രാവിലെ ഇരുന്ന് ചെയ്യാനായിട്ടുള്ളൊരു ക്ഷമയും എനിക്ക് കിട്ടത്തില്ല. അതുകൊണ്ട് എളുപ്പപ്പണിക്ക് വേണ്ടി ചെയ്തതാണ്. പക്ഷേ ഇത് നോക്കി നല്ല കട്ടയായിപ്പോയി. ഞാൻ വിചാരിച്ചില്ല കേട്ടോ ഇത്രയും കട്ടയായിട്ട് സെറ്റാവുമെന്ന്. അപ്പോൾ ഇത് എന്തായാലും വെള്ളമൊക്കെ ഒഴിച്ച് അതൊന്ന് മെൽറ്റായിട്ട് വരാൻ ഒത്തിരി സമയമെടുക്കും. അപ്പോൾ ഞാൻ ഉദ്ദേശിച്ച കാര്യങ്ങളൊന്നും നടക്കാതെ ഈ ഒരു ഒറ്റ കാര്യം എൻ്റെ എല്ലാ തകർത്തു എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഞാൻ അത് വെള്ളമൊക്കെ ഒഴിച്ച് വെച്ചു. എന്നിട്ട് ഇടിയപ്പത്തിന് ഇങ്ങനെ പരത്തി ഇടുക കേട്ടോ. ആ സമയത്ത് ഞാൻ ആ മുറ്റമൊക്കെ ഓടിപ്പോയി തൂത്തില്ല. വീഡിയോ എടുക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ ഈ ശനി ഞായർ ദിവസങ്ങളിൽ വീഡിയോസൊക്കെ എടുക്കാനായിട്ട് ഭയങ്കര പാടാണ്. അപ്പോൾ നമ്മൾ പുതിയ ചാനലും കൂടെ ആയതുകൊണ്ട് നമ്മൾ ഡെയിലി വീഡിയോസ് അപ്ലോഡ് ചെയ്യണമല്ലോ. അതുകൊണ്ടാണ് പിന്നെ മാക്സിമം എടുക്കാൻ നോക്കുന്നത്. അപ്പോൾ ഇടിയപ്പമൊക്കെ നമ്മളിങ്ങനെ അടുപ്പത്താക്കി വെച്ചിട്ടുണ്ട്. അപ്പം ഒരു 7:30 മണി ആയിട്ടില്ല കേട്ടോ. നല്ലൊരു അടിപൊളി കാലാവസ്ഥയാണ്.
ഇന്ന് അത്യാവശ്യം വെയിലൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. ഇപ്പോൾ രാത്രിയൊക്കെ നല്ല ഇടിയും മിന്നലൊക്കെ, ഇങ്ങനെ മിന്നലല്ല, നല്ല ഇടിയുണ്ട്. അപ്പോൾ മഴ പെയ്യുമെന്ന് നമുക്ക് തോന്നും. അതുകൊണ്ട് തന്നെ രാവിലെ പുറത്തെ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് അങ്ങ് ചെയ്ത് തീർക്കുന്നത്. ചിലപ്പോൾ ഉച്ചയ്ക്ക് ശേഷം മഴയൊക്കെ പെയ്ത് കഴിഞ്ഞാൽ പണി കിട്ടുമല്ലോ. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് കാര്യങ്ങളൊക്കെ അങ്ങ് ചെയ്ത് ഒതുക്കാനായിട്ട് നോക്കും. അപ്പോൾ പിന്നെ ഇന്ന് ഏട്ടന് കൊണ്ടുപോകാനായിട്ട് ഞാനൊരു പേരയ്ക്കാണ്, ഫ്രൂട്ട്സ് വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല, തീർന്നുപോയി. ഇനി നമ്മൾ റീസ്റ്റോക്ക് മൺഡേ തൊട്ട് ചെയ്ത് തുടങ്ങുള്ളൂ. കാരണം ഫ്രൈഡേ ആകുമ്പോഴത്തേക്കും എല്ലാ ഫ്രൂട്ട്സും സോർട്ട് ഔട്ട് ആയിട്ടുണ്ടാവും. പിന്നെ മൺഡേ വീണ്ടും ഒന്നിന്ന് റീസ്റ്റോക്ക് ചെയ്യും, അല്ലെങ്കിൽ സൺഡേ ചെയ്യും. അതാണ് കേട്ടോ ഇവിടുത്തെ റൊട്ടീൻ എന്ന് പറയുന്നത്. അപ്പോൾ ഞാനിന്ന് ഒരു പേരയ്ക്ക ആക്കി കൊടുത്തു, അല്ലെങ്കിൽ ഹാഫാണ് കൊണ്ടുപോകാറ്. അപ്പോൾ ഒരു പേരയ്ക്കയും പിന്നെ മുട്ട ഞാൻ ഓൾറെഡി നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്, മക്കൾക്ക് ഏട്ടനും കൂടെയുള്ള മുട്ട. അപ്പോൾ ആ മുട്ടയും എന്താ ഇവിടെ റെഡിയാക്കി. 2 ഇടിയപ്പമാണ് ഇന്നാളുടെ ഫുഡ്. പിന്നെ അതിൻ്റെ കൂടെ ഞാൻ കറി ഇന്ന് കുറച്ച് അധികം കൊടുക്കാൻ നേരം. ഇടിയപ്പം കുറച്ചേ ഉള്ളൂ. ഇപ്പം ഗ്രീൻ പീസ് കറി അത്രയ്ക്ക് ഇഷ്ടമല്ല, എങ്കിൽ പോലും ഇന്ന് അത് വെച്ചത് കൊണ്ട് അത് കൊടുക്കാൻ നേരം. കടലയാണെങ്കിൽ അവർക്ക് കടല മാത്രം നുള്ളിപ്പറക്കി കഴിക്കും. ഇത് ഗ്രീൻ പീസിൽ നുള്ളിപ്പറക്കി കഴിക്കാനൊന്നുമില്ലല്ലോ, കാരണം ഗ്രീൻ പീസ് ഓൾറെഡി വെന്തുടഞ്ഞിട്ടുണ്ടാവും. ചിലതൊക്കെ മാത്രം വെന്തുടയാതെ ഇങ്ങനെ കിടക്കും. അപ്പോൾ ബാക്കിയുള്ളതെല്ലാം കൂടെ ഞാനിങ്ങനെ പാത്രത്തിനകത്താക്കി കോരി ഇന്ന് ആളുടെ നൈസായിട്ടങ്ങ് പറ്റിക്കാമെന്ന് എഴുതി. കാരണം എന്നും ഇവിടെ കടൽക്കറി ആയിരിക്കും മിക്ക ദിവസങ്ങളിൽ ഞാൻ വയ്ക്കുന്നത്. അപ്പോൾ ഗ്രീൻ പീസ് വെച്ചതുകൊണ്ട് ഇന്ന് അങ്ങനെ അങ്ങ് വിട്ടു. പിന്നെ ചോറ് വയ്ക്കാനായിട്ട് ഇന്ന് ഞാനും മക്കൾ മാത്രമേ ഉച്ചയ്ക്ക് കഴിക്കാനുള്ളൂ. ഇവിടെ ഒരു നേരമായിട്ട് നമ്മൾ ചോറ് കഴിക്കുന്നത്. അതുകൊണ്ട് ഒരു ഗ്ലാസ് അരി തികച്ചിട്ടില്ല, പിന്നെ എടുത്ത് കളയണ്ടല്ലോ. പഴഞ്ഞിക്കൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചാൽ ഇവിടെ പഴങ്കഞ്ഞി കുടിക്കുന്ന ആരുമില്ല, ഞാൻ മാത്രമേ ഉള്ളൂ. ഞാനിതെല്ലാം കൂടെ കുടിച്ചുള്ള വെയിറ്റ് എല്ലാം കൂടി ഇങ്ങനെ കൂട്ടിയിരിക്കുകയാണ്. അതുകൊണ്ട് ഞാനും ചെറിയ ഡയറ്റ് എടുത്താലോ എന്ന് വിചാരിക്കും. പക്ഷേ ചിലപ്പോൾ നടക്കും, ചിലപ്പോൾ നടക്കില്ല. എന്നാലും ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട്. ട്രൈ ചെയ്യാതെയൊന്നും ഇരിക്കുന്നില്ല, ട്രൈ ചെയ്യുന്നുണ്ട്. പിന്നെ ഈ മക്കൾ കഴിച്ച ഫുഡിൻ്റെ ബാക്കിയാണപ്പോൾ എടുത്ത് കളയാൻ തോന്നില്ല, അപ്പോൾ അതും എടുത്തും കഴിക്കും. കുറച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചല്ലേ അവർ പറയും എനിക്ക് ശകലം കൂടെ തന്നോ ഞാൻ കഴിക്കാമെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ കുറച്ചും കൂടെ കൊടുക്കും. പക്ഷേ അവരത് കഴിക്കത്തുമില്ല. പിന്നെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ ഫുഡ് കഴിക്കാനായിട്ട് വന്നിരുന്നു. ഇപ്പോൾ സമയം ഒരു 9:45 ആയിട്ടുണ്ട് കേട്ടോ. പക്ഷേ മക്കൾ രണ്ടുപേരും നല്ല ഉറക്കത്തിലാണ്. അപ്പോൾ ഞാൻ വെച്ച് കാപ്പി അവരെ എണീറ്റിട്ട് കുടിക്കാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ അവരെല്ലാം ഉറക്കമായതുകൊണ്ട് വിളിച്ചുണർത്താൻ പോയില്ല. ഞാൻ രാവിലെ എണീറ്റുകൊണ്ട് എനിക്ക് സമയമായപ്പോൾ നല്ല വിശപ്പായി, ഞാൻ പോയി കഴിച്ചു കേട്ടോ. അപ്പോൾ ഉച്ചയ്ക്ക് ഇന്ന് പയർ തോരൻ വയ്ക്കാൻ എഴുതി. വൻപയറുണ്ടായിരുന്നു. അപ്പോൾ വൻപയറും നമ്മളെ കായില്ലേ, കായും കൂടെ ചെറുതായിട്ട് അരിഞ്ഞിട്ടൊരു ചെറിയൊരു തോരൻ വയ്ക്കാം. അപ്പോൾ ചോറൊക്കെ ഓൾറെഡി വെന്തു, ഞാനതൊക്കെ വാർത്ത് വെച്ചു. അതിൻ്റെ ഒന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല, കാരണം ഞാൻ പിടവിട്ടടിച്ച് ചെയ്യുന്നതുകൊണ്ട് ഞാൻ മറന്നുപോയി. സത്യം പറഞ്ഞാൽ ഞാൻ മറന്നുപോയി വീഡിയോ എടുക്കാൻ. മക്കൾ വീണ്ടും ഞാൻ നോക്കിയപ്പോൾ 2 പേര് എന്താ ഉറക്കമെന്ന് അറിയും. കാണുമ്പോൾ പാവാൻ തോന്നും, എന്തൊരു സ്നേഹം. പക്ഷേ ഉണർന്നു കഴിഞ്ഞാൽ 2 ഗിരിയും പോകുമ്പോഴാണ്. അപ്പോൾ നമ്മളെ പയറൊക്കെ ഏകദേശം വെന്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ കരുതി ഈ കായും കൂടെ അതിൽ കൂടെ തന്നെ ഇട്ട് ഒരു വിസിലടിക്കുമ്പോൾ പെട്ടെന്ന് പണി കഴിയുമല്ലോ. കാങ്ങ വെന്ത് കുഴയത്തുന്നുണ്ട്. ഒറ്റ വിസിൽ നിർത്തി കഴിഞ്ഞാൽ നമുക്ക് കാക്ക നല്ല ഇതിൽ കിട്ടും. അപ്പോൾ പിന്നെ ഞാൻ ഈ ഓയിൽ ബോട്ടിൽ, എൻ്റെ ഒരു ബോട്ടിൽ സ്പ്രേ ബോട്ടിലാണ് കേട്ടോ. പക്ഷേ ഇതിൻ്റെ ഗുണമെന്ന് വെച്ചാൽ നല്ല എണ്ണ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. ശക്കല എണ്ണ ഒഴിച്ചാൽ മതി. അങ്ങനെ സ്പ്രേ ചെയ്യുന്നുണ്ട്, ഓവറായിട്ട് വീഴത്തുമില്ല, കറക്റ്റായിട്ട് കിട്ടും. പിന്നെ ഞാൻ ഇതിന് കടുവറുത്ത് ഒഴിക്കല്ല, ഞാൻ കടുവും പച്ചമുളകൊന്നും ഇടുന്നുണ്ട്, കറിവേപ്പില മാത്രം ഇട്ടിട്ടാട്ടോ ഈ തോരത്തിന് കടുവറുത്തെടുക്കുന്നത്. ഒരു വെറൈറ്റി ടേസ്റ്റ് പോലെ എനിക്ക് തോന്നി, അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്. പിന്നെ ഞാൻ അരച്ചെല്ലാം നേരത്തെ ഫാസ്റ്റായിട്ട് ഞാൻ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് അരപ്പും കൂടെ ഇട്ടു. അപ്പോൾ മീൻ കറി വയ്ക്കാനായിട്ടുള്ളതിൻ്റെ മീനിൻ്റെ അരപ്പും എല്ലാം അരച്ച് വെച്ചു. ചിലപ്പോൾ കറണ്ട് പോയി കഴിഞ്ഞാലും പണി കിട്ടും. പിന്നെ ഞാനത് പെൻഡിങ്ങിലിട്ടാൽ പിന്നെ ഉച്ച കഴിയും ഞാനിതൊക്കെ റെഡിയാക്കി വരുമ്പോൾ. അതുകൊണ്ട് നേരത്തെ ചെയ്യാനായിട്ടുള്ളതിനെല്ലാം പെട്ടെന്ന് തന്നെ എല്ലാം ഓക്കെ ആക്കി വെച്ചു. പിന്നെ എൻ്റെ ഈ പാത്രം എന്ന് പറയുന്നത്, എനിക്ക് ഒരു കുക്കറും ഒരു ഇരുമ്പേട്ടി ഉണ്ടെങ്കിൽ ഞാൻ അതിനകത്ത് തന്നെ എല്ലാം അങ്ങ് ചെയ്ത് വയ്ക്കും കേട്ടോ. വേറെ അധികം പാത്രങ്ങൾ വലിച്ചു വാരി ഇടത്തില്ല. പിന്നെ ചെറിയ പാത്രങ്ങളെ അധികം എടുക്കും. പിന്നെ പാചകം ചെയ്യാനായിട്ടുള്ളതിന് വലിയ പാത്രങ്ങളൊന്നും ഓവറായിട്ട് ഞാൻ എടുത്ത് കൂട്ടിയിടാറില്ല. കാരണം വേവിച്ച് കഴിഞ്ഞാൽ ഞാനതിനെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കും. അപ്പോൾ പിന്നെ വേവിക്കാൻ എനിക്ക് വേറെ പാത്രങ്ങൾ ഇങ്ങനെ എടുത്ത് ഇടേണ്ടവർ ഞാനങ്ങനെ ചെയ്യാത്തില്ല. മുമ്പ് ചെയ്യായിരുന്നു. അപ്പോൾ ഇങ്ങനെ നമ്മൾ എന്താ പറയുക, നമ്മൾ ഈ അടുക്കളയിൽ നിന്ന് എക്സ്പീരിയൻസ് ആയി വരുമ്പോൾ നമുക്ക് ഓരോരോ ഐഡിയകൾ വരുമല്ലോ. അങ്ങനെ വന്നൊരു ഐഡിയയാണ്. എല്ലാവരും അങ്ങനെ ആയിരിക്കും, എനിക്കതറിയത്തില്ല. പക്ഷേ ഞാൻ ഒരു കറി ഒരു പാത്രത്തിൽ വെച്ചാൽ വേറെ കറിക്ക് ഞാൻ വേറെ പാത്രം എടുക്കാനായിട്ട് ഓടുമായിരുന്നു. ഇപ്പോൾ ഞാൻ അത് ചെയ്യാത്തതുകൊണ്ട് എനിക്ക് കുറച്ചും കൂടി സമയം കിട്ടുന്നത് പോലെ തോന്നിയിട്ടുണ്ട്. പിന്നെ മീൻ വറുക്കാനായിട്ട് നെത്തോലിയുണ്ട്. നെത്തോലി വറുക്കാൻ വേണ്ടിയിട്ട് എണ്ണ ഒഴിക്കാൻ കേട്ടോ. നെത്തോലിയൊക്കെ ഞാൻ രാവിലെ തന്നെ പുരട്ടി ഒരു സൈഡിലേക്ക് ഒതുക്കി വെച്ചു. അതാകുമ്പോഴത്തേക്ക് ലാസ്റ്റ് ചെയ്യാൻ നേരത്ത് ഇത് നെത്തോലിയിൽ ഓൾറെഡി മസാലകളെല്ലാം പിടിച്ചിരിക്കുമല്ലോ. അതുകൊണ്ടാണ് നേരത്തെ തന്നെ അതൊക്കെ റെഡിയാക്കി വെച്ചത്. ഇതൊക്കെ ഈ മീനൊക്കെ ഉണ്ടല്ലോ, ഞാൻ ഇന്നലെ രാത്രി ഇരുന്ന് ഫുൾ കണ്ടിച്ച് ക്ലീൻ ചെയ്തങ്ങ് വെച്ചതാണ്. കാരണം ഏട്ടുണ്ടപ്പോൾ മക്കളെ നോക്കിക്കോളും. അപ്പോൾ എനിക്ക് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടില്ല കേട്ടോ.
അല്ലാതെ ഞാൻ മാത്രമാണ് മീൻ കണ്ടിക്കാനായിട്ട് അവരുള്ളപ്പോൾ ചെന്നിരുന്നാൽ മീനും കാണത്തില്ല, ഞാനും കാണത്തില്ല. അപ്പോൾ ആ ഒരാൾ എണീറ്റ് വന്ന് ഇങ്ങനെ എന്നെ ചൊതുങ്ങി ഇങ്ങനെ ഇരിക്കുക കേട്ടോ. അപ്പോൾ എണീറ്റ് വന്ന് കുറച്ച് നേരം എൻ്റെ നെഞ്ചിൽ ഇങ്ങനെ കിടക്കും. അതിനുശേഷം മാത്രമാണ് ആൾ ഒന്ന് എനർജറ്റിക്കായിട്ട് പോകത്തുള്ളൂ. അപ്പോൾ നമ്മൾ ആൾ പല്ലിയേക്കാനായിട്ട് പറഞ്ഞു വിട്ടിട്ട് ഞാൻ പെട്ടെന്ന് മീൻകറി അങ്ങ് അടുപ്പത്താക്കി കേട്ടോ. മോൾ എണീറ്റിട്ടില്ല, മോൾ ഇപ്പോഴും നല്ല ഉറക്കമാണ്. അപ്പോൾ സ്കൂളിൽ പോകാത്ത ദിവസങ്ങളിൽ 10 മണി കഴിഞ്ഞാലും അവൾ എണീറ്റ് വരത്തില്ല. അപ്പോൾ നമ്മളെ മീൻകറി എന്താ അടച്ചു വെച്ച് ഏകദേശം അതും കഴിഞ്ഞു, പണി കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇത്രയാണ് എൻ്റെ ഇന്നത്തെ ഒരു ഈറ്റിംഗ് ഡേ എന്ന് വേണമെങ്കിൽ പറയാം, കുക്കിംഗ് ഡേ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ നമ്മളെ ചാനലിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. എന്താ പറയുക, നിങ്ങളെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. പിന്നെ ഞാൻ കുറേ നാളായിട്ട് കുറച്ച് പാൽപ്പാട എടുത്ത് ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് ഒന്ന് ഉരുക്കി നോക്കാമെന്ന് കരുതി. ഞാൻ ആദ്യമായിട്ടാണ് നെയ്യ് നോക്കുന്നത്. അപ്പോൾ എൻ്റെ ഒരു എന്താ പറയുക, ഒരു ക്യൂരിയോസിറ്റി കൊണ്ട് കുറച്ചും കൂടെ ആയിട്ട് ചെയ്താൽ മതിയായിരുന്നു. പക്ഷേ ഞാൻ അതിന് മുമ്പ് തന്നെ എടുത്ത് അത് ഒരുക്കാൻ തുടങ്ങി. അപ്പോൾ നല്ല മണമാണ് കേട്ടോ. മണമെന്ന് വെച്ചാൽ അതാണ് നമുക്ക് സഹിക്കാൻ വയ്യാത്ത മണം. ഈ നമ്മളെ ഏത്തക്കയൊക്കെ നമ്മളിങ്ങനെ നെയ്യിൽ റോസ്റ്റ് ചെയ്യുമ്പോൾ ഒരു മണം വരില്ല, അതിനെക്കാട്ടി എനിക്കറിയില്ല കേട്ടോ ആ മണം ഏതാണെന്ന് പറഞ്ഞു തരാനായിട്ട്. അതിങ്ങനെ ഞാൻ കുറച്ചേ എനിക്കുണ്ടായിരുന്നുള്ളൂ. ഒരു 2 ദിവസം യൂസ് ചെയ്യാനായിട്ടുള്ള നെയ്യ് എനിക്ക് കിട്ടി. പക്ഷേ സംഭവം പൊള്ളിയായിരുന്നു കേട്ടോ. ആ നല്ല അതിൻ്റെ ഒരു മണം ഫ്ലേവറിനാണ് ഞാൻ ഇത് കൊടുക്കുന്നത്. അപ്പോൾ കുറേ പാൽപ്പാട ഉണ്ടെങ്കിൽ നമുക്ക് ഒത്തിരി നെയ്യ് ഉണ്ടാക്കാം. പക്ഷേ എനിക്കത് ഇത്ര നെയ്യ് ഇത്ര പാൽപ്പാടയിൽ നിന്ന് കിട്ടിയുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് ചോറ് കഴിക്കാം. ചോറിന് ഇന്ന് ഞാൻ പറഞ്ഞല്ലോ ഇത്രയും കറികളൊക്കെയാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ശനിയാഴ്ച ദിവസങ്ങളിലെ എൻ്റെ ഫുഡ് ഇതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക്